നിങ്ങളൊരു പ്രഗ്നൻസി സ്റ്റേജിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും പ്രഗ്നൻസിയിലൂടെ കടന്നു പോകുന്നവരാണോ? എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മോർണിംഗ് സിക്നസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. എന്താണ് മോർണിംഗ് സിക്നസ്? നമുക്ക് മോർണിംഗ് സിക്നസിനെ പറ്റി പരിചയപ്പെടാം, കൂടാതെ അതെങ്ങനെ നമുക്ക് ഫുഡിലൂടെ മാറ്റാം. ഹലോ, ഞാൻ മേഘ ഏഞ്ചൽ വി വി, ഡയറ്റീഷ്യൻ. മോർണിംഗ് സിക്നസ്, ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും രാവിലെ പാട് മാത്രം വരുന്ന ഒരു പ്രതിഭാസമാണിതെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഏത് സമയത്ത് വേണമെങ്കിലും വരാം. സാധാരണയായിട്ട് പ്രഗ്നൻസിയിലെ ഒരു ആദ്യത്തെ 3-4 മാസങ്ങളിലാണ് ഇത് കാണപ്പെടുന്നതെങ്കിലും ചിലർക്ക് ആ പ്രഗ്നൻസി കാലഘട്ടം മുഴുവനും മോർണിംഗ് സിക്നസ് അനുഭവപ്പെടാറുണ്ട്. ഇതിന് പ്രധാന കാരണമായിട്ട് വരുന്നത് പ്രഗ്നൻസിയിലെ ഹോർമോൺസുകളാണ്. ഇത് ഡയറ്റിൽ കൂടെ എങ്ങനെ മാറ്റാം? നമുക്ക് കുറച്ച് ഡയറ്റ് ടിപ്സുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത്, വെറും വയറാകാതിരിക്കുക. അതായത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ നമുക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കൂടി വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ ഒരു ചെറിയ ക്രാക്കറോ, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ, അതല്ലെങ്കിൽ ഒരു റസ്കോ, അതോ അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിന്റെ ഒരു ടോസ്റ്റോ ഒരു പീസ് കഴിച്ചതിന് ശേഷം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുക. അങ്ങനെ വയറ് ഒഴിയാതെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. രണ്ടാമത്തേത്, ഇഞ്ചി നീര്, അതല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര്, അല്ലെങ്കിൽ അതിന്റെ രണ്ടിനെയും മിക്സ് ആയിട്ട് നമ്മൾ വെള്ളം പിഴിഞ്ഞ് കുടിക്കില്ലേ, അത് കണക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ജിഞ്ചർ ടീ കുടിക്കാം, പക്ഷെ എപ്പോഴും ചായപ്പൊടി, തേയില, അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡറൊന്നും നമുക്ക് അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, രാവിലെ എഴുന്നേറ്റ സമയത്ത് ഉടനെ തന്നെ അത് കഴിക്കാതിരിക്കുക. കാരണം അത് ഗ്യാസ്ട്രിക് റിഫ്ലക്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എഴുന്നേറ്റ സമയത്ത് ഇത് കഴിക്കാതിരിക്കുക, ഇടനേരങ്ങളിൽ ഇത് കഴിച്ചോളുക. മൂന്നാമത്തത്, ഒരുപാട് എണ്ണ നിറഞ്ഞിട്ടുള്ള പലഹാരങ്ങൾ. പ്രധാനമായിട്ട് ഇപ്പൊ രാവിലെ നമ്മളിപ്പോൾ പുറത്തു പോകുന്നു, ചെക്കപ്പിനൊക്കെ പോകുന്ന സമയത്ത് മസാല ദോശ ആണ് കഴിക്കുന്നതെങ്കിൽ കൂടെ നമ്മളൊരു വട കഴിക്കും. ഇപ്പം രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ ഉടനെ ആ വെറും വയറ്റിൽ നമ്മൾ വട കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ടെൻഡൻസി ഓഫ് വോമിറ്റിംഗ് നമുക്ക് കൂടും. അപ്പൊ എന്താ, ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ്സ് നമുക്കൊന്ന് കുറച്ച് അവോയ്ഡ് ചെയ്യുക. ക്രേവിങ്സ് ഉള്ളവരുണ്ടാവും. ക്രേവിങ്സ് ഉള്ളവര് അത് എന്തെങ്കിലും കഴിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഇടയ്ക്ക് വല്ലതും കഴിക്കാൻ നോക്കുക. അത് മാത്രമല്ല, ഇടനേരങ്ങളിൽ നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ്, ഇപ്പോൾ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദഹിക്കാൻ പാകത്തിനുള്ള ഫുഡ്സ്, എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഒരു ഇഡ്ഡലി, ദോശ, അതല്ലെങ്കിൽ കുറച്ച് കഞ്ഞി, അങ്ങനെയുള്ള ഭയങ്കര സിമ്പിളായിട്ട്, ഇപ്പം ആക്സസിബിലിറ്റി ഇല്ല, കഞ്ഞി ഉണ്ടാക്കി എടുക്കണം, ഇഡലി വേവിച്ച് തരണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പഴം എടുത്ത് കഴിക്കുക. അപ്പം എന്ത് പറ്റും, നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും ഉണ്ട്, വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് ഒരു അളവിന് വരെ കുറയ്ക്കാൻ പറ്റും. മീൽസ് എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. അതായത് ഇപ്പം ഒറ്റയടിക്ക് നമ്മൾ കഴിക്കുന്നതിന് പകരം നമ്മളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ഒരു 2-3 മണിക്കൂർ ഇടവേളകളിലാക്കി കഴിക്കാൻ നോക്കുക. ഒറ്റയടിക്ക് നമ്മൾ ഒത്തിരി കഴിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരും. ഇപ്പം ഒരു സ്പൂൺ ചോറ് കഴിച്ചു, അതിനോട് കുറച്ച് കറി കൂട്ടി കഴിച്ചു, അടുത്തായിട്ട് ഒരു ആപ്പിൾ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് പിന്നെ കഴിക്കാം, അതൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. അപ്പം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയും കുറയും, നമ്മുടെ വയർ ഒഴിഞ്ഞിരിക്കത്തുമില്ല, ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അഞ്ചാമതായിട്ട്, വെള്ളം കുടിക്കണം. വെള്ളം ഭയങ്കര അത്യാവശ്യമാണ്. ആ സമയത്ത് വെള്ളം നന്നായിട്ട് കുടിക്കണം. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിച്ചു, കുറേ നേരം വെള്ളം കുടിച്ചില്ല, അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ നമ്മുടെ ബോഡിയിൽ വെള്ളമില്ല, എന്നാൽ പിന്നെ ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചേക്കാം. അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ ഒരു 15-20 മിനിറ്റ് ഗ്യാപ്പിൽ എപ്പോഴും ഒരു കുപ്പി കയ്യിൽ വെക്കുക. എന്നിട്ട് 15-20 മിനിറ്റ് ഗ്യാപ്പിൽ കുറച്ച് വെള്ളം കുടിക്കാൻ നോക്കുക. ഇൻ കേസ് കൊണ്ടുപോകാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്ക് കുടിക്കാതെ കുറച്ചായിട്ട് കുടിക്കുക. വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ജ്യൂസോ, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പില്ലേ, വെജിറ്റബിൾ സൂപ്പോ, ചിക്കൻ സൂപ്പോ, അങ്ങനെ എന്തെങ്കിലും ഇടനേരങ്ങളിൽ ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ ഒപ്പം വെള്ളവും എത്തുന്നുണ്ട്. കരിക്ക് വെള്ളം നല്ലൊരു ഓപ്ഷനാണ്, കഞ്ഞി വെള്ളം നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ആറാമതായിട്ട്, കുറച്ച് തണുത്ത ഫുഡ്സ് ഓപ്റ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പം നമുക്ക് ഡയബറ്റീസ് അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇടനേരങ്ങളിൽ ഫ്രൂട്ട് കട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം. അപ്പോൾ ഫ്രൂട്ട് കട്ട്സ് ആയിട്ട് ഒരു ബൗൾ കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡായിട്ട് കഴിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ സലാഡ്സ് കഴിക്കാം. അപ്പം അങ്ങനെ കുറച്ച് ഫുഡ്സ് ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയറ് ഒഴിഞ്ഞടക്കത്തിൽ ആവശ്യത്തിന് നമുക്ക് ഫൈബറും കിട്ടും, മോഷൻ പാസ് ചെയ്യാനും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? അതായത് ഒരുപാട് മസാലയുള്ളത്, ഒരുപാട് എണ്ണയുള്ള ഫുഡ്സ് പൊതുവെ കഴിക്കാതിരിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. അത് ചിലപ്പോൾ നമുക്ക് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി നമുക്ക് കൊണ്ടുവരും. ഒരുപാട് കഫീനേറ്റഡ് ഡ്രിങ്ക്സും ചായയും കാപ്പിയൊക്കെ അധികം കഴിക്കാതിരിക്കുക. ചില സമയത്ത് ചില പ്രഗ്നൻസി സ്റ്റേജിൽ ഈ ചായയോടും കാപ്പിയോടും ക്രേവിങ്സ് വരുന്നവരുണ്ട്. അപ്പം അവരെ കുറച്ച് ലിമിറ്റ് ചെയ്തിട്ട് ആ ക്രേവിങ്സ് ഒന്ന്
മാറ്റാനായിട്ടുള്ള രീതിക്ക് മാത്രം കഴിക്കും. ഡോക്ടറിനെ നമ്മൾ എപ്പോഴാണ് കാണിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിക്കുക, അല്ലെങ്കിൽ ഛർദ്ദിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്, അതും അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ചാൽ പോലും നമ്മൾ ഛർദ്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡോക്ടറെ കാണിക്കണം. കാരണം അത് കുറച്ച് സിവിയർ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ എന്തായാലും ബാക്കി പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത് ഡോക്ടേഴ്സ് എന്തായാലും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവരോടത് ഉറപ്പായിട്ടും പറയണം. നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ്. അപ്പോൾ പഴയ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ പറയും 2 ആളുടെ ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണം. അങ്ങനെയല്ല, നമ്മൾക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ ആവശ്യമുള്ള സമയത്ത് കഴിച്ചിരിക്കണം. എപ്പോഴും ആലോചിക്കണം, പ്രഗ്നൻസി സ്റ്റേജിലുള്ള ആൾക്കാർ മാക്സിമം പറ്റുവാണെന്നുണ്ടെങ്കിൽ മീൽസ് എപ്പോഴും സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതായത് ഓരോ ഘട്ടമായിട്ട് കഴിക്കാൻ നോക്കുക. അപ്പോൾ കുറേയൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.